ഇന്നെൻ്റെ സ്കൂളിൽ സയൻസ് ഫെയർ ആണ് കേട്ടോ ഗായ്സ്. ഞാൻ ഭയങ്കര ആകാംക്ഷയിലാണ്. കാരണം പല കുട്ടികളും പലതും ഉണ്ടാക്കി വന്നിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് ഗായ്സ്. അപ്പോൾ സയൻസ് ഫെയറിൽ നമ്മുടെ സ്കൂളിലോട്ട് പോവാം. പിന്നെ ഞാനും ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഒക്കെ സർപ്രൈസാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യമായിട്ട് വന്നാൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്നെ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ ഇപ്പോഴല്ല, അഭിപ്രായം നിങ്ങൾ കണ്ടുവരുന്ന ഈ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പം നേരെ വീഡിയോ, ലെറ്റ്സ് ഗോ. ഇന്ന് ഞങ്ങളെ സ്കൂളിലെ സയൻസ് ഫെയർ ആണ് കേട്ടോ. സയൻസ് ഫെയർ എന്ന് പറഞ്ഞാൽ ശാസ്ത്രമേളം. വെൽക്കം ടു അലീഫ് സയൻസ് ഫെയർ എന്നാണ് കേട്ടോ സ്കൂളിൻ്റെ മുമ്പിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മളെ സയൻസ് ഫെയർ നടക്കുന്ന അവിടെയാണ്. ഇത് ഞങ്ങളവിടെ സയൻസ് ഫെയർ നടക്കുന്ന അവിടുത്തെ ഓരോ ലുക്കുകളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഓരോ സംഭവങ്ങൾ തൂങ്ങി നിൽക്കും, ഒരുപാട് സംഭവങ്ങൾ അവിടെ ഒട്ടി നിൽക്കും. നല്ല ഭംഗിയാണ് കേട്ടോ. റിബണൊക്കെ കട്ട് ചെയ്ത് മാനേജർ എന്നിട്ട് എല്ലാ പേരൻസ് ഉള്ളിലോട്ട് കയറുകയാണ്. അപ്പോൾ എല്ലാവരും നല്ലതായി കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടു വന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ സ്കൂളിലെ സയൻസ് ഫെയർ ഇനി കണ്ടുവരൂ. നിങ്ങളെ സ്കൂളിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എല്ലാവരും ഉള്ളിലേക്ക് കയറി. ഫസ്റ്റ് തന്നെ മാത്സ് ക്ലബ്ബാണ് വരുന്നത്. മാത്സ്, ലാംഗ്വേജ്, സയൻസ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് മാത്സ് ക്ലബ്ബാണ് ഗായ്സ്. അപ്പോൾ മാത്സ് ക്ലബ്ബത്തെ ഒരു കുട്ടി 2 സംഭവം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് 2 കേട്ടോ ഗായ്സ് ഇതൊക്കെ. അപ്പോൾ അബാക്കസ് പല സംഭവങ്ങളും ഇവരെല്ലാവരും കൊടുത്തിട്ടുണ്ട് ഗായ്സ്. ഉഷാറായിരുന്നു. പിന്നെ ഒരുപാട് കുട്ടികൾ തന്നെ നിങ്ങളെല്ലാവരും കണ്ടുവരും കേട്ടോ ഗായ്സ്. ഇതൊക്കെ കണ്ടോ ക്ലാസ് റൂമ്. പൊള്ളിയാണ് കേട്ടോ ഗായ്സ്. സൂപ്പറായിട്ട് എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ഷേപ്സ് ഉണ്ടായിരുന്നു, എല്ലാതും പൊളിയായിരുന്നു. ഷേപ്സ് ഒരുപാട് ഷേപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഷേപ്സ് ഉണ്ടായിരുന്നു ഗായ്സ്. പിന്നെ നമ്മളെ നമ്പർ ചാർട്ട് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. എന്തായാലും സൂപ്പറായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ട് വായെന്ന് ഞാൻ അഭിപ്രായിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടോ ഗൈസ്, നല്ല ഭംഗിയുണ്ടല്ലേ. ബാക്കസ്, റെക്റ്റാങ്കിൾ, ബ്ലൂ ബോക്സ്, പല സംഭവങ്ങളും ഉണ്ടായിരുന്നു. ചിലവരൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് ഒരു കുട്ടിയുടേതാണ് ഗൈസ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 9 മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. അതാണ് സംഭവം. നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഓരോരുത്തരിതും ഉണ്ട് ഗായ്സ്. ഇതുപോലെ എല്ലാ കുട്ടികളും ഇംഗ്ലീഷൊക്കെ തന്നെയാണ് കേട്ടോ പറയുന്നത് ഗായ്സ്. ഞാനൊക്കെ ഇംഗ്ലീഷാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഈ കുട്ടീൻ്റെത്. അപ്പം ഇനി നമുക്ക് അടുത്ത കുട്ടീൻ്റെത് നോക്കിയാലോ. അപ്പം അടുത്ത കുട്ടീൻ്റെ ഇതാണ് കേട്ടോ ഗായ്സ്. ഇത് ഫ്രാക്ഷൻസ് ആണ് കേട്ടോ. നമ്മളെ സർക്കിളും കാര്യങ്ങളൊക്കെ വരക്കുന്നുണ്ട് ഗായ്സ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഗായ്സ്. എന്തൊക്കെ ഒരുപാട് സർക്കിൾ കാര്യങ്ങൾ വരക്കുന്നുണ്ട് ഗായ്സ്. സ്കെച്ച് വെച്ചിട്ട് തന്നെ എന്തോ വണ്ടിയാണ് എന്തോ സംഭവം വെച്ചിട്ടാണ് വരക്കുന്നത് ഗായ്സ്. അപ്പോൾ ഇതൊക്കെ ഇതുണ്ടാവും. നല്ല ഭംഗിയുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത കുട്ടീൻ്റെ ഇതാണ് കേട്ടോ ഗായ്സ്. അപ്പോഴേക്കും മറ്റു കുട്ടികളൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഇനി അടുത്ത കുട്ടീൻ്റെത് ഇതാണ് ഗായ്സ്. പിന്നെ അടുത്ത കുട്ടീൻ്റെ ഇതാണ്. പിന്നെ ഗായ്സ് അടുത്ത കുട്ടീൻ്റെ ഇതാണ് ഗായ്സ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെ എന്തൊക്കെ സംഭവങ്ങളാണ് കേട്ടോ ഗായ്സ്. പിന്നെ ഒരുപാട് കുട്ടികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു കുട്ടീൻ്റെതാണ് കേട്ടോ. പിന്നെ ഇതൊരു കുട്ടീൻ്റെ ഷേപ്സാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. തീപ്പെട്ടിക്കൊള്ളി കൊണ്ടൊക്കെ ഉണ്ടാക്കിയത്. ഇത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആയിരുന്നു കേട്ടോ ഈ കുട്ടീൻ്റെത് ഗായ്സ്. പിന്നെ ക്ലോക്ക് ആയിരുന്നു ഗായ്സ്. നല്ല ഭംഗിയുണ്ട് ക്ലോക്ക് കാണാൻ. വാട്ട്സ് ദ ടൈം അങ്ങനെയായിരുന്നു ഗായ്സ്. എന്തായാലും നല്ല അടിപൊളിയായി ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു ഗായ്സ്. ആഡിങ് മാജിക് അങ്ങനെ എന്തോന്നാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം മാജിക്കിലൂടെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പഠിക്കാം. ഇത് പസിൽ കോർണറാണ് കേട്ടോ. ഇതിൻ്റെ ആൻസർ നമുക്ക് കണ്ടെത്തി പറയാം. പിന്നെ ഇതെന്തോ ലൈറ്റൊക്കെ കത്തിച്ചുള്ള എന്തോ സംഭവമാണ് കേട്ടോ. ഇത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് കേട്ടോ ഗൈസ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതും മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് ഗൈസ്.
2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 1 3 4 അങ്ങനെയൊക്കെ ഉണ്ട്. ഇതും മൾട്ടിപ്ലിക്കേഷൻ ഡബിൾ ആണ് കേട്ടോ ഗായ്സ്. പിന്നെ മാത്സുമായി ബന്ധപ്പെട്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഗൈസ്. ഷേപ്സ് പലതും ഉണ്ടായിരുന്നു. ബഡ്സ് കൊണ്ടൊക്കെ ചെയ്തിരുന്നു. ഇതൊരു കുട്ടിയുടേതാണ് ഗൈസ്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. അതൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു കുട്ടിയുടേത് ഇതാണ് ഗൈസ്. പിന്നെ ഒരു കുട്ടിയുടേത് എന്തോ മാജിക് ട്രയാങ്കിളോ അങ്ങനെ എന്തോന്നാണ് കേട്ടോ ഗൈസ്. ഈ നമ്പർ കൂട്ടിയാൽ ഒരു ആൻസർ, മറ്റേ നമ്പർ കൂട്ടിയാൽ ഒരു ആൻസർ, അങ്ങനെയാണ് കേട്ടോ ഈ കുട്ടിയുടെ മാജിക് ട്രയാങ്കിൾ ഗൈസ്. പിന്നെ ഒരു കുട്ടിയുടെ അത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് കേട്ടോ ഗൈസ്. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഓരോ കുട്ടികൾ ഓരോ മാജിക്കുകളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഗൈസ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം മുട്ടയുടെ മഞ്ഞയാണെന്ന് തോന്നി ഗായ്സ്. പിന്നെയാണ് അതെല്ലാം മനസ്സിലായത്. പിന്നെ ഒരു കുട്ടിയുടെ ഇതാണ് ഗായ്സ്. എന്തോ എർത്ത് പോലെയൊക്കെ ഉള്ള എന്തൊക്കെയാണ് ഗായ്സ്. പിന്നെ ഒരു കുട്ടിയുടെ ഇതാണ് ഗായ്സ്. മാജിക്കുകളാണ് ഗായ്സ്. പിന്നെ ഒരു കുട്ടിയുടേത് ഇതാണ്. ഇതും മാജിക് തന്നെയാണ് ഗായ്സ്. ഒരുപാട് മാജിക് കൊണ്ടാണ് ഒരുപാട് കുട്ടികൾ വന്നിട്ടുള്ളത്. എന്തോ അഗ്നിപ്പാർവ്വതം അങ്ങനെ എന്തോ ആണ് കേട്ടോ ഗായ്സ്. നല്ല ഭംഗിയുണ്ടല്ലേ ചെയ്യുന്നത് കാണാൻ. അതിൻ്റെ ഉള്ളിലേക്ക് എന്തോ സാധനമിട്ട് നല്ല അഗ്നിപ്പാർവ്വതമാണ് ഗായ്സ്. ഇത് നല്ല ഭംഗിയുണ്ട് ഇവർ ചെയ്യുന്നതൊക്കെ കാണാൻ കേട്ടോ ഗായ്സ്. അഗ്നിപ്പാർവ്വതം, വാവ്, സൂപ്പർ, നല്ല ഭംഗിയുണ്ട് കേട്ടോ ഗായ്സ്. ഇതൊക്കെ സയൻസ് ക്ലബിലത്താണ് കേട്ടോ. ഇതൊന്നും മാത്സ് ക്ലബ്ബല്ല, ഇതൊക്കെ സയൻസ് ക്ലബ്ബാണ്. പിന്നെ കുട്ടിയുടെ എന്തോ ഇന്ത്യ, ISRO ഇന്ത്യ ആണ് കേട്ടോ ഇത് ഗൈസ്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഒരു കുട്ടിയുടെ ഇത് വേറെ മാജിക്കാണ്. ഒരുപാട് മാജിക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഒരുപാട് മാജിക്കാണ് കൂടുതലും ഉള്ളത് കേട്ടോ സയൻസ് ക്ലബ്ബിൽ. അങ്ങനെ ഇതൊരു കുട്ടിയുടെ മാജിക്കാണ് ഗൈസ്. പിന്നെ ഈ കുട്ടിയൊക്കെ ചെയ്ത് കാണിച്ചു ഗായ്സ്. ഇതൊക്കെയാണ്. ഇതെന്തോ എക്സ്പെരിമെൻ്റ് ആണ് ഗായ്സ്. അഗ്നിപ്പാർവ്വതം എന്നാണ് ഇതിൻ്റെ പേരും ഗായ്സ്. അഗ്നിപ്പാർവ്വതമാണ് ഗായ്സ് ഇതൊക്കെ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഗായ്സ് കാണുന്നത്. അടുത്തത് ഒരു അഗ്നിപ്പാർവ്വതം തന്നെയാണ് ഗായ്സ്. ഒരു അഗ്നിപ്പാർവ്വതം. പിന്നെ ഇതെന്താ സംഭവം? അപ്പോൾ ഒരു കുട്ടിയുടെ ഇതാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ മാത്സും സയൻസും ആണ് കണ്ടത്. മാത്സിനും സയൻസിനും വേണ്ടിയിട്ട് ഒരു ബോക്സ് ഉണ്ട് കേട്ടോ സയൻസ് ക്ലബിനും മാത്സ് ക്ലബിനും വേണ്ടി. അപ്പോൾ സയൻസ് ക്ലബിൽ നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയി തോന്നിയ കുട്ടിയുടെ നമ്പർ എഴുതി അതിലേക്ക് ഇടാം. പിന്നെ മാത്സ് ക്ലബിലും അതുപോലെ നമുക്ക് അതിലേക്ക് ഇടാം. അവിടെ തന്നെ പേപ്പറും പേനയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ലാംഗ്വേജ് ക്ലബ്ബിലാണ് കേട്ടോ ഗൈസ്. പാർട്സ് ഓഫ് സ്പീച്ച്. പിന്നെ ഇതൊക്കെ പഴയകാല സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഗായ്സ്. ഇതൊക്കെ പഴയ സാധനങ്ങളും കാര്യങ്ങളുമാണ് ഗായ്സ്. പണ്ടത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇതൊക്കെ ഓല കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ് ഗായ്സ്. ഓല കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ. പിന്നെ ഇത് ലാംഗ്വേജ് ക്ലബ്ബായതുകൊണ്ട് ഞാനും ലാംഗ്വേജ് ക്ലബ്ബിലാണ് ഗായ്സ്. അപ്പോൾ ഇതൊക്കെ അറബിക്കിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഏതായാലും നല്ല കാണാനൊക്കെ. അപ്പോൾ ഇതൊക്കെ ലാംഗ്വേജ് ക്ലബ്ബിത്തതാണ് ഗായ്സ്. നല്ല ഭംഗിയുണ്ട്. അറബിക് ആണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഗായ്സ് കാണാനൊക്കെ. ഒരു കുട്ടിയുടെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഗായ്സ്. കാരണം അറബി തിരഞ്ഞെടുത്തിട്ട് ായിരുന്നു ഗായ്സ്. കഅബയും തവാഫ് ചെയ്യുന്നതും പലതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ കുട്ടിയുടേത് ഗായ്സ്. ഇത് പിന്നെ ഫ്ലവറിൻ്റെ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഏതായാലും കുഴപ്പമില്ല. ഇതൊരു കുട്ടിയുടേതാണ് ഗായ്സ്. ഏതായാലും ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. ആക്ടർ സൈക്കിള് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്
ഏതായാലും മാജിക് വേർഡ്സ് പലതും നല്ല ഭംഗിയുണ്ടായിരുന്നു ഗായ്സ്. പക്ഷെ എനിക്ക് മക്ക ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ കുട്ടിയുടേത്. പിന്നെ ഇതെന്തോ സ്വരാക്ഷരങ്ങളാണ് തോന്നുന്നുണ്ട് ഗായ്സ്, ചിഹ്നങ്ങളാണ്. അങ്ങനെ സ്വരാക്ഷരങ്ങളെ ചിഹ്നങ്ങളെ പലതും ഉണ്ട് ഗായ്സ്. അപ്പോൾ ഇതൊരു കുട്ടിയുടേതാണ്. ഹി ഹി ഷീ വി ദേ ഈറ്റ് ഐ യു അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെയാണ് ഗായ്സ്. പിന്നെ ഇതൊരു മാജിക് ബുക്കോ അങ്ങനെ എന്തോ സംഭവം എനിക്ക് തോന്നുന്നുണ്ട് ഗായ്സ്. യോങ്ങേ പ്ലോ പല സംഭവങ്ങൾ, താങ്ക് യു പലതും നല്ല ഭംഗിയുണ്ടായിരുന്നു ഗായ്സ്. ഹാപ്പി സാഡ് ഇതെന്തോ ഓപ്പോസിറ്റ് വേർഡ്സ് ആണെന്ന് എനിക്ക് തോന്നി ഗായ്സ്. ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. ഓപ്പൺ ക്ലോസ് ഇത് ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് ഗായ്സ്. ഓപ്പോസിറ്റ് വേർഡ്സ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഗായ്സ് കാണാൻ. നിയർ ഫാർ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഗായ്സ്. ഇതെല്ലാം ഭംഗിയുണ്ടായിരുന്നു. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗായ്സ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫ്യൂ മെനി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗായ്സ്. ഇത് ഈ ബുക്കിലുള്ള നല്ല ഭംഗിയുണ്ടായിരുന്നു ഗായ്സ്. പിന്നെ ഇതാ പാർട്സ് ഓഫ് സ്പീച്ച് തന്നെയാണ് ട്രെയിനിൽ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗായ്സ്. മിനിയേച്ചർ ട്രെയിനിലാണ് ഇതുള്ളത് ഗായ്സ്. പിന്നെ ഒരു കുട്ടിയുടെ ഇതാണ് ഗായ്സ്. ഇത് മലയാള മാസങ്ങൾ അങ്ങനെയാണ് കേട്ടോ ഗായ്സ് ഇത്. പിന്നെ ഇതെന്തോ ഒരു സംഭവമാണ്. പലതും നല്ല ഭംഗിയുണ്ട് ഗായ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതൊരു കുട്ടിയുടേതാണ് ഗായ്സ്. പിന്നെ ഇതൊരു കുട്ടിയുടേതാണ് ഗായ്സ്. ഇതൊരു കുട്ടിയുടേതാണ്. നമ്മൾ ഭംഗിയുണ്ടായിരുന്നു, നല്ല കാണാനൊക്കെ ഭംഗിയുണ്ട്. ഇത് പിന്നെ അവിടെ ചാർട്ടിൽ എഴുതിയതാണ്. പിന്നെ ഇതൊരു കുട്ടിയുടെ സിംഗുലർ പ്ലൂരൽ അതൊക്കെ പറഞ്ഞിട്ടോ ഗായ്സ്. ഇതൊരു കുട്ടിയുടേതാണ്. പിന്നെ പിന്നെയും നല്ല അടിപൊളി ഭംഗിയുള്ളത് വരാൻ പോവാണ് ഗായ്സ്. പക്ഷേ നിങ്ങൾ ആദ്യം സിംഗുലർ പ്ലൂരൽ കാണുമോ. ഇതും നല്ല ഭംഗിയുള്ളതാണ്. ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മക്കൻ്റെ പോലെ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഗായ്സ്. പഴയ ഗ്രാമവും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതായാലും നല്ല അടിപൊളി സെറ്റപ്പായിരുന്നു കേട്ടോ ഗായ്സ്. തൊഴുത്ത് കാള നല്ല ഭംഗിയുണ്ടായിരുന്നു. കാളവണ്ടി, കിണർ, വീട്, ഹട്ട്, പലതും പുല്ല്, കൃഷിക്കാരൻ, ചെടികൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗായ്സ്. ഇതും മക്കയുടെ പോലെ നല്ല ഭംഗിയുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗായ്സ്. പിന്നെ ഇത് ഞാനാണ് ഗായ്സ്. ഞാൻ വേറെ പേരൻറ്റിന് പറഞ്ഞു കൊടുക്കുകയാണ് ഗായ്സ്. ഇന്ത്യത് പിന്നെ വെർബും നൗണും അഡ്ജക്റ്റീവും ആണ് കേട്ടോ. ഞാൻ അതാണ് തിരഞ്ഞെടുത്തത്. നൗണേ വെർബേ അഡ്ജക്റ്റീവ്. ഞാൻ സ്റ്റിക്കുകൾ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതിൽ ഓരോ സംഭവങ്ങൾ എഴുതിയിട്ട് ഞാനത് കൊണ്ടുപോയി ഗായ്സ്. നല്ല എനിക്കും ഇന്ത്യത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കുട്ടികൾക്ക് സിമ്പിളായി പഠിക്കാൻ കഴിയുകയും ചെയ്യും. പിന്നെ നമുക്കൊരു കുഞ്ഞു ഗെയിം പോലെ ഇത് കളിക്കാം ഗായ്സ്. പിന്നെ നൗണും വെർബും അഡ്ജക്റ്റീവും പഠിക്കാനും ചെയ്യാം. ഇതെൻ്റെതാണ് കേട്ടോ ഗായ്സ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഇത് വെർബിൽ വരും, ഇതിപ്പോൾ നൗണിൽ വരും ഗായ്സ്. ഇത് നമുക്ക് വരുന്നത് അഡ്ജക്റ്റീവിലാണ് ഗായ്സ്. ഇത് ഇംഗ്ലീഷ് ഗ്രാമർ സെക്ഷനാണ് ഗായ്സ്. എൻ്റെ നമ്പർ ഞാൻ അമ്മച്ചിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മച്ചിയെ ലാംഗ്വേജ് ക്ലബിൻ്റെ എല്ലാണ്. പിന്നെ എൻ്റെ നമ്പർ 28 ഗായ്സ്. അപ്പോൾ എൻ്റെത് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം കേട്ടോ ഗായ്സ്. അപ്പോൾ എൻ്റെത് ഇതാണ് ഗായ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഗെയിം പോലെ തോന്നിയത് ഗായ്സ്. എനിക്ക് എൻ്റെത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മച്ചി ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഗായ്സ്. ഇതൊക്കെയാണ് എൻ്റെത് ഗായ്സ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാൻ എൻ്റെ അമ്മച്ചിക്ക് ടാഗ് എന്നെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് അമ്മച്ചീൻ്റെ നമ്പർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളോട് ഞാൻ ചിരിച്ചു ഗൈസ്. അപ്പോൾ കീപ് സ്മൈൽ, കീപ് സ്മൈൽ. ഇതും എനിക്കതുപോലെ അടിപൊളിയായി ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഗൈസ്. എനിക്ക് ഇതും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഇതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ്. ഇതൊരു കുട്ടി ചെയ്തതാണ്. ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് പാർട്സ് ഓഫ് സ്പീച്ച് ഒരു സംഭവമാണ് ഗൈസ്. ഇതും ഒരു കുട്ടിയുടേതാണ് ഗായ്സ്. പിന്നെ ഇതൊരു കുട്ടിയുടേതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. ആ കുട്ടിയുടേത് തന്നെയാണ് 5 Pillars ഓഫ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട്. സ്വലാസക്ക പലതും ഉണ്ടായിരുന്നു ഗായ്സ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഗായ്സ്. ഇത് പിന്നെ കൗബ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതും കാണാൻ ഗായ്സ്.
അപ്പോൾ ഇതാണ് ഗായ്സ്. പിന്നെ അടുത്തതിലോട്ട് നമുക്ക് പോവാം. പക്ഷെ നിങ്ങൾ ഇതൊന്ന് കണ്ടോളൂ ഗായ്സ്, 5 pillars ഓഫ് ഇസ്ലാം. അപ്പോൾ ഇതാ കുട്ടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഗായ്സ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ലാംഗ്വേജ് ക്ലബിനും ഇങ്ങനെ ഉണ്ട് കേട്ടോ ഒരു ബോക്സ് ഗായ്സ്. അതിൽ നമ്മളെ ഇഷ്ടപ്പെട്ട കുട്ടിയുടെ നമ്പർ എഴുതിയിട്ട് അതിലോട്ട് ഇടണം ഗായ്സ്. അപ്പോൾ ഇത്രയും നമ്മളെ വീഡിയോ. ബൈ, അസ്സലാമു അലൈക്കും. Thanks for watching. Don't forget to subscribe.